ലോലമാ തുളസീദളം ചൂടാൻ വരും മേഘവും ശാലീനയായി പൊന്നാതിര പൂത്തേടുമേ തെന്നലും നീയൊരുങ്ങും അമരരാത്രിയിൽ തിരുവരങ്ങിലമൃതവർഷമായി പനിനീർ തളിക്കുവാൻ ഇന്ദ്രദൂതുമായി വന്നു സായന്തനം ചന്ദ്രിക ലോലമാ ഋതുവീണതൻ കരുണാർദ്രമാം ശ്രീരാഗമേ കുളിരോർമ്മയിൽ പദമാടുമിൻ പ്രിയരാധികേ നിൻ പ്രസാദ മധുരഭാവമെവിടെ നിൻ വിലാസലയ തരംഗമെവിടെ എന്നുൾ ചിരാതിൽ നീ ദീപനാളമായി ഓരോ സായന്തനം ചന്ദ്രിക ലോലമാ നാലമ്പലം നലമിഴം സ്വർഗമാ മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ സായന്തനം ചന്ദ്രിക ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ അമ്മയാ, എന്തോ ഗോൾഡൻ മൈക്ക് കിട്ടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത പെർഫോമൻസ് എന്താ തോന്നിയേ? നല്ലോണം പാടി. ചെറിയ സ്ലിപ്സ് ഒക്കെ വന്നു. ചെറിയ സ്ലിപ്സ് അല്ലേ? ചെറുതാണോ വലുതാണോ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, അവസ്ഥയെ പറ്റും സാർ. അമ്മയ്യ, എന്തോ സാർ? നല്ലൊരു പാട്ട്. മോള് മാക്സിമം അത് നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. ഒരൊറ്റ കുഴപ്പം, ഇപ്പോൾ ഈ സായന്തനം ചന്ദ്രിക ലോലമായി, എനിക്ക് അവിടെ ലോലമായി എന്ന് പറഞ്ഞ പോലെ ലോയായിപ്പോയില്ലേ, ലോ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് മോളുടെ ശബ്ദത്തിന് ഇത്തിരി ആ ലോ കിട്ടുമ്പോഴൊക്കെ ഒത്തിരി സ്ട്രെയിൻ ആയിട്ട് തോന്നിക്കുന്നു. അത് മോളുടെ ഹൈപ്പിച്ച് ഇത് മാക്സിമം ആണല്ലോ അല്ലേ? എന്താ സർ? ഹൈപ്പിച്ച് എടുക്കുന്നത് ഇത് മാക്സിമം. ഇനി ഹൈപ്പിച്ച് കൂട്ടാൻ പറ്റില്ലല്ലോ. ഇതിലും കൂടുതൽ പിച്ചിൽ പാടാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇത് ഹൈപ്പിച്ച് ഒരു സെമിട്ടോൺ കയറ്റിയിട്ട് പാടിയാൽ സാധിക്കുമോ?
ട്രൈ ചെയ്യാം. ആ ഫസ്റ്റ് ലൈൻ പല്ലവി മാത്രം പാടി കണ്ടേക്കട്ടെ ജസ്റ്റ്. സായന്തനം ചന്ദ്രിക ആ. ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി. ഇതിലെ പാടായിരുന്നില്ലേ? എന്തൊരു സുഖമുണ്ട്, നല്ല വ്യത്യാസമുണ്ട് ആ ലോല. അത് അടുത്ത ലൈൻ കിട്ടുവോ? അതുകൂടെ ഒന്ന് പാടി നോക്ക്. ആ തന്നെ മനയോല ചാർത്തി ആഹാ. കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ. സായോ മക്കളെ, അത് ആ മുകളിലോ ടോപ്പ് പോർഷനും കൂടെ ഒന്ന് പാടി നോക്കൂ. തരി തരി ആ അത്. പല്ലവി. കുഴപ്പമില്ല. Nice. ഇത്. Nice, nice. നൈസ് മോളെ, ഇത് ഇതാണ് കിട്ടുമായിരുന്നല്ലോ. പിച്ച്, മോളുടെ പിച്ച്. ഈ പിച്ചിലാണ് ഈ പാട്ട് പാടേണ്ടിയിരുന്നത്. അപ്പൊ നമ്മൾ പാടേണ്ട ശ്രുതി നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് താഴ്ത്തത് പാടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല റിഹേഴ്സലിന്റെ മോള്. എനിക്ക് തോന്നുന്നത് നേരം വളരെ ഏർലി മോർണിംഗിലൊക്കെ മോള് പാടിണ്ടാവുക. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് മോളുടെ പാടുന്നതിൻ്റെ കഴിവൊന്നും ഇവിടെ ഞങ്ങൾ പറയുന്നില്ല. മോൾ എടുത്ത പിച്ചിൽ മോൾ അത് പാടുമ്പോൾ കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയും പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒരു പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ. ശരത് സർ. മക്കളെ, എന്തോ സർ? എന്തൊരു സൂപ്പർ പാട്ടാടാ, വണ്ടർഫുൾ സോങ്. ആരാ സെലക്ട് ചെയ്ത്? അച്ഛൻ. വെരി ഗുഡ്, ബഹുത്ത് അച്ഛാ. മക്കളെ കുഞ്ഞാടെ, ഇപ്പൊ മോള് നമ്മുടെ അണ്ണാച്ചി പറഞ്ഞത് വെച്ച് മോള് കുറച്ച് ശ്രുതി കൂട്ടിയപ്പോൾ ആ ലോ പോർഷനും വളരെ ക്ലാരിറ്റിയും ഉണ്ട്, നല്ല സുഖവും ഉണ്ട് കേൾക്കാൻ. അപ്പം അതുകൊണ്ട് മോടെ ഈ ആദ്യ ആലാപം തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡില്ലേ അങ്ങ് താഴേക്ക് വരുന്നത്, അത് ഒറ്റക്ക് ശ്വാസവും പോയി, ലെവലും ഇല്ല, ആകപ്പാടെ ഒരു ഒരു ദുരവസ്ഥയായിരുന്നു. അതൊന്ന് പാടാം. മതി മതി മക്കളെ, മതി മതി, ഞാൻ തൃപ്തനായി. മക്കളെ അതുപോലെ എനിക്ക് വിൽവാദ്രിയിൽ അതൊന്ന് പാടാമോ? മോളെ അത് എന്താണ് മോള് പറയുന്നത്? വിൽവാദ്രിയിൽ. ആ അതല്ലല്ല, അത് വിൽവാദ്രിയാണ് നമ്മൾ ചോദിക്കുന്നത്. വില്ലായോ? ആ വിൽവാ. വിൽവാദ്രിയിൽ വിൽവാ വിൽവാ. ആ വിൽവാദ്രിയിൽ തുളസീദളം ചൂടാൻ വരും മേഘവും. ആ ഇതിപ്പോ ഒരു ക്ലാരിറ്റി പിന്നെ ഉണ്ട്. ആദ്യം പാടിയപ്പോ ഒരു പുകമറയായിരുന്നു മക്കളെ. അതിനൊരു വേണ്ടേ? പ്രധാനമായിട്ട് ഈ ഒരു പാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കാൻ നിൽക്കുന്ന ആ ഒരു കുറുങ്ങുമണി സംഗതിയാണ്. അപ്പോൾ അവിടെ ഒരു മോടെ ഒരു വാരി അതങ്ങ് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അടുത്തതിലും അതും കൂടെ ഒന്ന് പാടിക്കോ. ശാലീനയായി മോളെ ഇപ്പൊ പൊന്നാതിര അങ്ങനെ പൊന്നാതിരപ്പൂവല്ലേ? പൊന്നാതിര പൂച്ചൂടു, പൊന്നാതിര പൂച്ചു, പൊന്നാതിര പൂ എന്ന് കേൾക്കും മോളെ. അല്ലെങ്കിൽ പൊന്നാതിരപ്പൂ. ആ ഗുഡ് ഗുഡ്, പാടിക്കോ. അത് കുറച്ച് ശരിയാക്കിക്കോണം. നമുക്കത് മനസ്സിലായോ എന്താ പറഞ്ഞത്? മനസ്സിലായി. ആ അപ്പോൾ മോടെ പ്രായത്തിന് മോടെ ഉഗ്രമായിട്ട് തന്നെ പാടി. എങ്കിലും ഇതൊക്കെ കൂടെ കറക്കി നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? സൂപ്പർ സ്റ്റാറിൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരാൾക്കും പാടാൻ പറ്റത്തില്ല. ദാസേട്ടൻ കേട്ടാൽ അവരെ പേടിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ചിത്ര ചേച്ചി കേട്ട് പേടിക്കുന്ന വിധത്തിൽ പിള്ളേർ പാടും എന്നുള്ള ഒരു സംഭവമല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത് കേട്ടോ. ഐ ലവ് യു മുത്തേ. താങ്ക് യു ശരത്.
ചേച്ചി എന്തെങ്കിലും ബാക്കി ഇനി എന്തെങ്കിലും പറയാൻ നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മകൾ ഓർമ്മകൾ അതിന് അയവിറക്കുന്നതായിരിക്കും ഓർമ്മയുണ്ട്. അത് നല്ലത്. വഞ്ചരിക്ക് കുറെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ? അതാ പിന്നെ പറയാം. ചേച്ചി ഇങ്ങനെ ഇനി പറയാനോ ഒന്നുമില്ല. ഇല്ല, ഇവിടെ എന്താണ് ഒരു സന്തോഷമുള്ള കാര്യം എന്നറിയോ? ഈ കുട്ടികൾ ഓരോ പാട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ മ്യൂസിക്കൽ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഒരു രാഗം ബേസ് ചെയ്തിട്ട് ഒരു പാട്ട് വരുമ്പോൾ അത് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ഒരു റൂട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതല്ലേ നിങ്ങൾ രണ്ടുപേരും അതാണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ പാടിപ്പോവും. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. മ്യൂസിക്കൽ എപ്പോഴും മ്യൂസിക്കൽ ഡിസ്കഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. എന്നാലും നമ്മുടെ പ്രേക്ഷകരും കൂടെ കേൾക്കട്ടെ. മഞ്ജരി പിടി. അതിന് മുന്നേ അമയ രവീന്ദ്രൻ മാഷിയുടെ ഇഷ്ടമുള്ള പാട്ടുകളുടെ അകത്ത് മനോഹരമായ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കൂടിയാണിത്. അത് എല്ലാവരും പറഞ്ഞു, ദാസങ്കളും പിന്നെ ചിത്ര ചേച്ചിയും ഒക്കെ പാടിയ വേർഷൻസ് നമ്മൾ കേട്ടതാണ്. മോള് അസലായിട്ട് പാടി. ഇപ്പം ശ്രുതി മാറ്റി കുറച്ചുകൂടെ ഒന്ന് ഹൈ ആക്കിയപ്പോഴത്തേക്കും മോളുടെ വോയിസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ അതേ സ്കെയിലിൽ തന്നെ പാടുന്നില്ല, ചിലപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ശ്രുതി കൂട്ടുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കഴിഞ്ഞ ഗോൾഡൻ മൈക്ക് മേടിച്ച സമയത്തുള്ള പാട്ട് സൂപ്പറായിരുന്നു, ഗംഭീര പാട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ മോളെ എല്ലാ പോയിന്റ്സും ഞാൻ എഴുതി വെച്ചത് മുഴുവനും ഔസേബ് സാറും ശരത് സാറും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈ പാട്ടിന്റെ ഓർമ്മയിലേക്ക്. പക്ഷെ ചേച്ചി ഈ പാട്ടിൽ നിന്ന് ഓർമ്മയിലേക്ക് പോകാമോ? ചേച്ചി ട്രാൻസിഷൻ വേറെ ലെവലാണ്. അതാ അല്ലേ? പിന്നെ സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി നീ പോകും പാതയൻ പൂങ്കാവനം നീ പാർക്കും പാർവയൻ വൃന്ദാവനം ஊரெங்கும் ஒன்றாக ஊர்கோலமோ என் வீடு வாராமல் ஏன் போகுமோ கைதான போதும் கை சேர வேண்டும் உன்னோடு ஒரு நாளும் போதும் என் ஜன்மமே ஈடேறவே பாட நிலாவே தேன் கவிதை பூமலர உன் பாடலை நான் தேடினேன் கேட்காமலே நான் வாடினேன் பாட நிலாவே தேன் கவிதை பூமலர. ഓ സൂപ്പർ. ഇതുപോലെ ഞാൻ മറ്റൊരു ഓർമ്മയിലേക്ക് പോയി. എന്റെ അമ്മേ, അത് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. പാറുക്കുട്ടിക്ക് അറിയാവുന്ന പാട്ടാണ്. പാറു അയ്യോ സൂപ്പർ. ഓക്കെ, മാർക്സിലേക്ക് പോകുന്നു. Yeah, okay. ഡോറത്തി. If you're ready, you can say. ഓ, ഞാനാണോ? Yeah.
അല്ല ഇതിന് മാർക്സ് ആവശ്യമില്ലല്ലോ അമേയക്ക്. ഏ, അമയ ഓൾറെഡി പാസ് ആയില്ലേ, അല്ല ഗോൾഡൻ മൈക്ക് ഒക്കെ കിട്ടിയിട്ട്. നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് മാർക്ക് വേണം. നമ്മുടെ റൂൾ അനുസരിച്ച്. Yeah. പക്ഷെ ഈ കുട്ടിക്ക് എലിമിനേഷൻ ഇല്ല. ഇല്ല. ഓ ഭാഗ്യം ചെയ്ത കുട്ടി. ഓ മൈ ഗോഡ്. അമയക്ക് ഈ പാട്ടിന് ഞാൻ തരുന്നു 8.7. ശരത് സർ, മോളെ മക്കൾക്ക് ഞാൻ തരുന്നു 8.5 മാർക്ക്. സർ ഓ കൊടൊക്കെ കയ്യിലുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.2.